additive method of subtraction or complementary method of subtraction. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ വൺസ് കോംപ്ലിമെൻറ്റും ടൂസ് കോംപ്ലിമെൻറ്റും എന്താണെന്നും എങ്ങനെ കണ്ടുപിടിക്കാമെന്നൊക്കെ പഠിച്ചു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോണത് വൺസ് കോംപ്ലിമെൻറ്റ് യൂസ് ചെയ്തിട്ടും ടൂസ് കോംപ്ലിമെൻറ്റ് യൂസ് ചെയ്തിട്ടും എങ്ങനെയാണ് ബൈനറി സബ്ട്രാക്ഷൻ ചെയ്യാമെന്ന്. അപ്പോൾ അതിനെ നമ്മൾ അഡിറ്റീവ് മെത്തേഡ് ഓഫ് സബ്ട്രാക്ഷൻ എന്ന് പറയാൻ കാരണം നമ്മൾ അവിടെ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ടൂസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പ് മാറ്റിയിട്ട് നമ്മൾ അഡീഷനാണ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളതിന് അഡിറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. കോംപ്ലിമെൻറ്റ് യൂസ് ചെയ്തിട്ടായതുകൊണ്ട് നമ്മളതിന് കോംപ്ലിമെൻ്ററി മെത്തേഡ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സബ്ട്രാക്ഷൻ യൂസിങ് വൺസ് കോംപ്ലിമെൻറ്റ്. വൺസ് കോംപ്ലിമെൻറ്റ് എന്താണെന്നുള്ളത് ഓർമ്മയുണ്ടല്ലോ. നമുക്കൊരു നമ്പർ തന്നാൽ നമ്പറിലെ വൺസ് എല്ലാം മാറ്റി സീറോസും സീറോസ് എല്ലാം മാറ്റി വൺസും ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ആ നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ സബ്ട്രാക്ഷൻ ചെയ്യണമെങ്കിൽ വൺസ് കോംപ്ലിമെൻറ്റ് വെച്ചിട്ട് സബ്ട്രാക്ഷൻ ചെയ്യണമെങ്കിൽ ഉള്ള സ്റ്റെപ്സാണ് ഈ പറഞ്ഞ 4 അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദി വൺസ് കോംപ്ലിമെൻറ്റ് ഓഫ് ദി സബ്ട്രാഹൻറ്റ്. സബ്ട്രാഹൻറ്റിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക. സബ്ട്രാഹൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് നമ്പറാണോ സബ്ട്രാക്ട് ചെയ്യേണ്ടത്, നമുക്കൊരു നമ്പറിൽ നിന്ന് വേറൊരു നമ്പർ സബ്ട്രാക്ട് ചെയ്യേണ്ടതാണല്ലോ നമ്മുടെ ആവശ്യം. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യേണ്ട നമ്പറിനെയാണ് നമ്മൾ സബ്ട്രാഹൻറ്റ് എന്ന് പറയുക. ഏതെന്നാണോ സബ്ട്രാക്ട് ചെയ്യുന്നത് അതിനെ നമ്മൾ മിനുവൻ്റ് എന്നാണ് പറയുക. അപ്പോൾ ആദ്യം സബ്ട്രാഹൻറ്റിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് ടു ആഡ് ഇറ്റ് വിത്ത് ദി മിനുവൻ്റ്. അപ്പോൾ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെ മിനുവൻ്റുമായിട്ട് ആഡ് ചെയ്യുക. ദെൻ ഇഫ് ദി റിസൾട്ട് ഹാസ് എ ക്യാരി, അതായത് നമ്മൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്കൊരു സമ്മ് കിട്ടും. ആ സമ്മിനൊരു ക്യാരി ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്ത 2 നമ്പേഴ്സിൻ്റെ ഡിജിറ്റ്സിനേക്കാളും കൂടുതൽ നമ്മുടെ സമ്മിൽ വരികയാണെങ്കിൽ, അതായത് കൂടുതൽ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1 ആയിരിക്കും പുറത്തേക്ക് വരിക, എക്സ്ട്രാ ആയിട്ട് വരിക. അങ്ങനെ ഒരു ക്യാരി ഉണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഈസ് ഡ്രോപ്ഡ് ആൻഡ് എ 1 is added to the result. അപ്പോൾ നമുക്ക് എപ്പോഴാണ് ക്യാരി കിട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്താണ് നമുക്കൊരു ക്യാരി കിട്ടുക. വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ സബ്ട്രാക്ട് ചെയ്യുന്നത് കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് കിട്ടുക. അപ്പോൾ പോസിറ്റീവ് റിസൾട്ട് ആണെങ്കിലാണ് നമുക്ക് ഇങ്ങനെ ഒരു ക്യാരി ഉണ്ടാവുക. ഒരു ക്യാരി വരികയാണെങ്കിൽ ആ ക്യാരീനെ ഡ്രോപ്പ് ചെയ്യുക, എന്നിട്ട് റിസൾട്ടിൻ്റെ കൂടെ ഒരു 1 ആഡ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്യാരി എടുത്തിട്ട് റിസൾട്ടിൻ്റെ കൂടെ ആഡ് ചെയ്യാം, അങ്ങനെയും പറയാം. ദെൻ നെക്സ്റ്റ് കേസസ് ഇഫ് ദർ ഇസ് നോ ക്യാരി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവ് റിസൾട്ടാണെന്നാണ് അതിൻ്റെ മീനിങ്. അതായത് ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ സബ്ട്രാക്ട് ചെയ്യാൻ നോക്കുമ്പോഴാണ് നമുക്ക് ക്യാരി ഇല്ലാണ്ടിരിക്കുക. സോ ഇഫ് ദർ ഇസ് നോ ക്യാരി ദെൻ ഫൈൻഡ് ദി വൺസ് കോംപ്ലിമെൻറ്റ് ഓഫ് ദി റിസൾട്ട്. ഇപ്പോൾ കിട്ടിയ സമ്മിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക ആൻഡ് ആഡ് എ നെഗറ്റീവ് സൈൻ. അതാണ് ഇതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 1-2 എക്സാമ്പിൾസ് നോക്കാം. 1 0 1 0 1 1 മൈനസ് 1 0 0 0 1 0. ഇതാണ് നമുക്ക് സബ്ട്രാക്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആദ്യം എന്താ വേണ്ടത്? സബ്ട്രാഹൻറ്റിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാം. സബ്ട്രാഹൻറ്റിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എന്താ വരിക? 0 1 1 1 0 1. അതിൻ്റെ കൂടെ മിനുവൻ്റ് ആഡ് ചെയ്യുക. മിനുവൻ്റ് 1 0 1 0 1 1. അപ്പോൾ ഇത് ആഡ് ചെയ്യുക. 1 + 1 0 ക്യാരി 1 1 + 1 0 ക്യാരി 1 1 + 1 0 ക്യാരി 1 1 + 1 + 1 എന്ന് പറയുമ്പോൾ 1 ക്യാരി 1 1 + 1 0 ക്യാരി 1 1 + 1 0 ക്യാരി 1. ആ 1 നമ്മൾ താഴേക്ക് എഴുതണം. അപ്പോൾ ഇവിടെ നോക്കുക, നമുക്കൊരു ക്യാരി കിട്ടിയിട്ടുണ്ട് അല്ലേ. നമ്മുടെ ഇത്രയും ഡിജിറ്റ്സാണ് സബ്ട്രാഹൻറ്റിലും മിനുവൻ്റിലൊക്കെ ഉള്ളത്. അതിന് പുറത്തേക്ക് ഒരു ഡിജിറ്റ് വന്നു. അപ്പോൾ ഇവിടെ ഒരു ക്യാരി 1 വന്നു. ക്യാരി 1 വന്നാൽ എന്താ ചെയ്യേണ്ടത്? അതിനെ ഡ്രോപ്പ് ചെയ്യുക, എന്നിട്ടൊരു 1 റിസൾട്ടിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അല്ലെങ്കിൽ ഈ ക്യാരീനെ ഇങ്ങോട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്താ കിട്ടുക? 0 + 1 1. ബാക്കിയുള്ളതൊക്കെ അങ്ങനെ എഴുതാം. അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട്. അപ്പോൾ ഇത് കറക്റ്റ് ആണോ എന്ന് വേണമെങ്കിൽ നമുക്ക് സാധാരണ സബ്ട്രാക്ഷൻ ചെയ്യും പോലെ ചെയ്ത് നോക്കാം. 1 0 0 1 0 1 0. 1 - 0 is 1 1 - 1 0 0 - 0 0 1 - 0 1 0 - 0 0 0. അപ്പോൾ നമുക്ക് സാധാരണ സബ്ട്രാക്ഷൻ ചെയ്തപ്പോൾ കിട്ടിയത് ഇതേ റിസൾട്ട് തന്നെയാണ്. രണ്ടും സെയിം റിസൾട്ടാണ്. ഇനി നമുക്ക് നെഗറ്റീവ് വരുന്ന കേസ് നോക്കാം. ഇത് തന്നെ നേരെ തിരിച്ചിട്ട് നോക്കാം. ഇതിപ്പോൾ മുകളിലെ നമ്പർ വലുതും താഴത്തെ ചെറുതുമാണ്. ഇത് നമുക്കിനി തിരിച്ചെഴുതി നോക്കാം. 1 0 0 0 1 0 മൈനസ് 1 0 1 0 1 1. ഇങ്ങനെയാണ് നമുക്ക് സബ്ട്രാക്ട് ചെയ്യേണ്ട നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആദ്യം സബ്ട്രാഹൻറ്റിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക. ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കാണുക. അപ്പോൾ 0 1 0 1 0 0 പ്ലസ് മിനുവൻ്റ് 1 0 0 0 1 0. 0 + 0 0 0 + 1 1
1 + 0 1, 0 + 0 0, 1 + 0 1, 0 + 1 1. ഇപ്പോൾ ഇവിടെ നമുക്ക് ക്യാരി ഒന്നും കിട്ടിയില്ല. ക്യാരി കിട്ടിയില്ലെങ്കിൽ എന്താ വേണ്ട, ഇതിൻ്റെ ഇപ്പോൾ കിട്ടിയ റിസൾട്ടിൻ്റെ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക. കോംപ്ലിമെൻറ്റ് എന്താണ്? 0 0 1 0 0 1, ഒരു നെഗറ്റീവ് സൈൻ ഇടുക. ഇതാണ് നമ്മുടെ റിസൾട്ട്. അതായത് നേരത്തെ കിട്ടിയ റിസൾട്ടിൻ്റെ നേരെ നെഗറ്റീവ്. ഇനി നമ്മൾ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സപ്പോസ് നമ്മുടെ നമ്പേഴ്സ് എന്ന് പറയുന്നത് 1 0 0 1 0 1 മൈനസ് 1 1 0 0 1 ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കേണ്ടത് ഈ നമ്പറിൻ്റെയാണ്. അപ്പോൾ ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ പുറകിൽ വെറുതെ കിടക്കുന്ന സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ആദ്യം 0 ഇടണം. രണ്ടും ഒരേ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആക്കണം. ഇതിൻ്റെ പുറകിലാണ് 0 ഇടേണ്ടത്. അപ്പോൾ അവിടെ ഒരു 0 ഇട്ട് കൊടുത്തിട്ട് നമ്മൾ രണ്ടിലും നമ്പർ ഓഫ് ഡിജിറ്റ്സ്, നമ്പർ ഓഫ് ബിറ്റ്സ് കറക്റ്റാക്കി അതിന് ശേഷം വേണം വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാൻ. അപ്പോൾ അതിനുശേഷം വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ 1 0 0 1 1 0 എന്ന് കിട്ടും. അതേസമയം നിങ്ങൾ ഇവിടെ ഈ 0 ഇട്ടില്ലായിരുന്നു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 1 ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും മാത്രമായിരിക്കും നമ്മൾ എടുക്കുന്ന നമ്പർ. അപ്പോൾ നമ്മുടെ റിസൾട്ട് തെറ്റിപ്പോവും. അപ്പോൾ താഴത്തെ നമ്പറിന്, അതായത് സബ്ട്രാഹൻറ്റിന് മിനുവൻറ്റിനേക്കാളും ഡിജിറ്റ്സ് കുറവാണെന്നുണ്ടെങ്കിൽ, അല്ല ഏത് കേസിലാണെങ്കിലും നമ്മൾ ബാക്കിയുള്ള സ്ഥലത്ത് ആദ്യം 0 ഇട്ട് കൊടുക്കുക. എന്നിട്ട് മാത്രം വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കലും ആഡ് ചെയ്യലൊക്കെ. ദെൻ നെക്സ്റ്റ് സബ്ട്രാക്ഷൻ യൂസിങ് ടൂസ് കോംപ്ലിമെൻറ്റ്. വൺസ് കോംപ്ലിമെൻറ്റുമായിട്ട് ചെറിയൊരു വ്യത്യാസം മാത്രമേ ടൂസ് കോംപ്ലിമെൻറ്റ് വെച്ചിട്ടുള്ള സബ്ട്രാക്ഷനുള്ളൂ. നമ്മുടെ തേർഡ് സ്റ്റെപ്പിൽ ക്യാരി ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ആ ഒരു സ്റ്റെപ്പിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദി ടൂസ് കോംപ്ലിമെൻറ്റ് ഓഫ് ദി സബ്ട്രാഹൻറ്റ്, ദെൻ ആഡ് ഇറ്റ് വിത്ത് ദി മിനുവൻറ്റ്. ദെൻ തേർഡ് സ്റ്റെപ്പിൽ ഇഫ് ദി റിസൾട്ട് ഹാസ് എ ക്യാരി ഓഫ് 1, ദെൻ ഇറ്റ് ഇസ് ഡ്രോപ്ഡ്. അതായത് നേരത്തെ വൺസ് കോംപ്ലിമെൻറ്റിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ക്യാരി ഉണ്ടെങ്കിൽ ഒരു 1 ആഡ് ചെയ്തിരുന്നു റിസൾട്ടിൻ്റെ കൂടെ. ഇവിടെ 1 ആഡ് ചെയ്യേണ്ട കാര്യമല്ല, ക്യാരി ഉണ്ടെങ്കിൽ അതിനെ കളയാം. ദെൻ ഫോർത്ത് സ്റ്റെപ്പ്, ഇഫ് ദി റിസൾട്ട് ഹാസ് നോ ക്യാരി, ദെൻ ഫൈൻഡ് ദി ടൂസ് കോംപ്ലിമെൻറ്റ് ഓഫ് ദി റിസൾട്ട് ആൻഡ് ആഡ് എ നെഗറ്റീവ് സൈൻ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ നമുക്ക് വ്യത്യാസമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. 1 1 0 1 0 1 മൈനസ് 1 0 1 1 0 1. ഇതാ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആദ്യം ഇതിൻ്റെ സബ്ട്രാഹൻറ്റിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് കാണുക. ടൂസ് കോംപ്ലിമെൻറ്റ് എങ്ങനെയാണ് കാണുക? റൈറ്റ് മോസ്റ്റ് 1 വരെയുള്ളത് അതുപോലെ എഴുതുക. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ 1 ആണ്, അത് അങ്ങനെ തന്നെ എഴുതുക. ബാക്കിയുള്ളത് 1 മാറ്റി 0യും 0 മാറ്റിയിട്ട് 1 എഴുതുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ്. ഇനി ആ ടൂസ് കോംപ്ലിമെൻറ്റിൻ്റെ കൂടെ മിനുവൻറ്റ് ആഡ് ചെയ്യാം. 0 0 1 1 പ്ലസ് മിനുവൻറ്റ് 1 1 0 1 0 1. അപ്പോൾ 1 + 1 0 ക്യാരി 1, 1 + 1 0 ക്യാരി 1, 1 + 1 0 ക്യാരി 1 1, 1 + 1 0 ക്യാരി 1, 1 + 1 0 ക്യാരി 1. ഇനി എന്ത് ചെയ്യണം? ഇവിടെ നമുക്കൊരു ക്യാരി 1 വന്നിട്ടുണ്ട്, ഇതിനെ കളയാം. അപ്പോൾ നമ്മുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് 0 0 1 0 0. ഈ 0 0 വേണമെങ്കിൽ നമുക്ക് കളയാം കേട്ടോ. 1 3 0, ഇതാണ് നമ്മുടെ റിസൾട്ട്. ഇനി നെഗറ്റീവ് വരുന്ന കേസ് നോക്കാം. ഇത് തന്നെ തിരിച്ചിട്ട് നോക്കാം. 1 1 0 1 മൈനസ് 1 1 0 1 0 1. അപ്പോൾ നമ്മൾ ടൂസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെയാണ്. സബ്ട്രാഹൻറ്റിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാം. സബ്ട്രാഹൻറ്റിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 0 1 0 1 1. ഇതാണ് ടൂസ് കോംപ്ലിമെൻറ്റ് വരിക. അതിൻ്റെ കൂടെ മിനുവൻറ്റ് ആഡ് ചെയ്യുക. 1 0 1 1 0 1. 1 + 1 0 ക്യാരി 1, 1 + 1 0 ക്യാരി 1, 1 + 1 0 ക്യാരി 1, 1 + 1 + 1 എന്ന് പറയുമ്പോൾ 1 ക്യാരി 1, 1 + 0 is 1, 0 + 1 is 1. അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട്. ഇവിടെ ക്യാരി ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. ഇതിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 1 വരെയുള്ളത് അങ്ങനെ എഴുതുക. അതായത് റൈറ്റ് എൻഡിൽ നിന്ന് നോക്കിയിട്ട് ഫസ്റ്റ് 1 വരെയുള്ളത് അങ്ങനെ എഴുതുക. അതിൻ്റെ പുറകിലുള്ള 1-നെയൊക്കെ മാറ്റി നമ്മൾ 0 ആക്കിയിട്ട് വിത്ത് എ നെഗറ്റീവ് സൈൻ. നേരത്തെ കിട്ടിയതിൻ്റെ നെഗറ്റീവാണ് ഇവിടെ കിട്ടിയത്. ഇതാണ് ടൂസ് കോംപ്ലിമെൻറ്റ് വെച്ചിട്ടുള്ള സബ്ട്രാക്ഷൻ. ഈ കേസിൽ വൺസ് കോംപ്ലിമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്പർ ഓഫ് ഡിജിറ്റ്സ് സെയിം ആക്കിയതിന് ശേഷം വേണം ടൂസ് കോംപ്ലിമെൻറ്റും കണ്ടുപിടിക്കാൻ.